ബിജെപിയുടെ ഏക അംഗത്തെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണമാണ് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലും തൃശൂരിലെ മറ്റത്തൂർ മോഡലാണ് നടന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബിജെപിയുടെ അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കുക വഴി കോൺഗ്രസിന്റെ രാഷ്ട്രീയ മരണമാണ് നമ്മൾ കണ്ടത്. രാജ്യത്താകെ കോൺഗ്രസ് മതനിരപേക്ഷത പറഞ്ഞു നടക്കുന്നുണ്ട്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ വീടുകൾ കയറി അവർ പ്രചരിപ്പിച്ചത് UDF തകർന്നാൽ BJP-യാണ് വളരുക, അതുകൊണ്ട് നിങ്ങൾ UDF-ന് വോട്ട് ചെയ്യണം. BJP-യെ നേരിടാൻ UDF-നെ കഴിയുള്ളൂ. അങ്ങനെയെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചാരവേല നടത്തിയവർ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എവിടെ പോയി നിങ്ങൾ? BJP-യെ തടയാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവകാശവാദം ഉന്നയിച്ചവർ മറ്റത്തൂർ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ്. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ വി രമേശൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K സബീഷ്, TV രാധിക, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാടിക്കാൽ നാരായണൻ, PK മഞ്ജിഷ തുടങ്ങിയ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ ഷോൾ അണിയിച്ച് MV ജയരാജൻ അനുമോദിച്ചു. രമേശൻ കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, PK നിശാന്ത്, VV രമേശൻ, CK സബിത, VV തുളസി, KK സോയ, K സബീഷ്, TV രാധിക എന്നിവർ സംസാരിച്ചു. P ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. ചാലിങ്കാൽ സുശീല ഗോപാലൻ നഗറിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.